വെൽക്കം ബാക്ക്. ഇതൊരുമാതിരി ഇമ്പൾസീവായിട്ട് തോന്നിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് മര്യാദയ്ക്ക് പോയി എന്തെങ്കിലും ചെയ്യടാ എന്ന് പറഞ്ഞ് ഞാൻ എന്നോട് തന്നെ അതും ഇതെല്ലാം പറഞ്ഞ് ഭയങ്കര ഇമ്പൾസീവായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. രാത്രിയായി, ഇതിപ്പോൾ സമയം കൃത്യം 8 മണി 9 മണിയൊക്കെ ആകുന്നു. അപ്പോൾ അടുത്തുള്ള മറ്റേ പാർക്ക് വഴിക്ക് പിന്നെയും നടക്കുക. അവിടെ നൈസൊരു സൺസെറ്റ് ഉണ്ട്, പക്ഷെ അത് എത്രത്തോളം അതിൻ്റെ ഒരു ഭംഗി കിട്ടുന്നുണ്ടെന്നുള്ളത് അറിയില്ല. അങ്ങോട്ട് മാറി നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നൈസ്. ഒരു ബൈക്കിൻ്റെ ഷോട്ട് നൈസായിട്ട് മിസ്സായി. ഇത് ബൈക്ക് വരുമെന്ന് അറിയുകയാണെങ്കിൽ ഇച്ചിരി വൃത്തിക്ക് നേരത്തെ കണ്ട് നമ്മൾ എടുക്കാറുള്ളത്. അങ്ങോട്ട് മാറി ഇപ്പം കാണുന്ന സ്കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രേഡിയൻ്റ് കളർന്നൊരു സ്കൈ ആണ്. സൺസെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ സൺസെറ്റ് ആണ് താനും. നടന്ന് ഞാൻ എവിടെ വന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ലല്ലോ. പേടിയാകുന്ന പോലെ ഒരു വല്ലാത്തൊരു സ്പോട്ട്. ഓക്കെ, വീട്ടിൽ അമ്മയെ വിളിച്ചിട്ട് സോഫി അമ്മ എടുക്കുന്നുമില്ല. സൺസെറ്റ് ഒന്നുകൂടെ കാണിക്കാം. അല്ല, പെട്ടെന്ന് തോന്നിയൊരു തീരുമാനമാണ്. സമയം ഇപ്പം രാത്രി 9 മണി കണ്ടൊക്കെ ആകുന്നു. പോയി വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തോന്നിയൊരു തീരുമാനമാണ്. പിന്നെ ഒരു വീക്കെൻഡ് വന്നേക്കുക. അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയണ്ടെന്ന് മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി നേരത്തെ വീഡിയോ എടുത്ത സ്പോട്ടിലേക്ക് ഒന്നുകൂടെ നടക്കുക. രാത്രി ആളും കുറവാണ്, എന്നാലും ഒന്ന് ഓടിയാൽ ക്രോസ് ചെയ്താൽ പോലെ എത്തി സേഫ്. ഈ ട്രൈപോഡ് ഇങ്ങനെ പിടിച്ചിങ്ങനെ ഓടുമ്പോൾ ഓണം കാണുന്ന താഴെപ്പോയ നല്ല സുഖമാ. അയ്യോ, അങ്ങനെ നമ്മളാ ട്രെയിൽസിലേക്ക് എത്തി തുടങ്ങുന്നു. എല്ലാവരും ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്ന അത്ര സേഫ്. ദൈവമേ, ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. കയ്യിലാണെ തിരിച്ചു പെരുമാറാണ്ട് തേങ്ങയില്ല. അയ്യോ, ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ വീട്ടിലോട്ടൊന്ന് വിളിക്കണം. ബാക്കിലുള്ള ആ ഗ്രേഡിയൻറ്റും ശരിക്കും അവിടുത്തെ സ്കൈ ആണ്, ശരിക്കും ബാക്കിലുള്ള സ്കൈ ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പെട്ടെന്ന് അത് പോവും. ഞാൻ അവിടെ ചെന്ന് ഇരിക്കുന്ന ആ സമയം കൊണ്ടത് ടാറ്റ പറയുമായിരിക്കും. മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അല്ല, ഇതൊക്കെ മതി. ആരെ കാണിക്കാനാന്ന് പറയേണ്ട ആവശ്യമില്ല. അയ്യോ, ഹോം സൈഡ് ഓഫ് ജോർജ് ആൻഡ് എമിലി, റിമെമ്പേർഡ് ബൈ ഒലിവർ കർട്ട്, ജെയിൻ ആൻഡ് അതിൻ്റെ പേരത് വായിക്കാനും പറ്റുന്നില്ലല്ലോ, ലുവാൻ, അങ്ങനെയാണോ? അത് സംഭവമല്ലേ. ഇന്ന ആൾക്കാരുടെ പേരിൽ ഓരോ ഇരിപ്പിടങ്ങൾ സ്പോൺസർ ചെയ്യുന്ന പരിപാടി. ഇതിപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടാണ് കുറച്ചും കൂടെ ഒച്ച കുറവ് എന്ന് തോന്നും. കാണാൻ രസം ബൈക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ അമ്മാതിരി കത്തിച്ച് പോകുമ്പോൾ അമ്മാതിരി ഐറ്റത്തിൽ പോകുമ്പോൾ നല്ല ഒച്ചയല്ലേ. നേരത്തെ പറഞ്ഞ സ്പോട്ട് കണ്ട് ഒന്നുകൂടെ പോയിരിക്കാം. വീട്ടിലൊക്കെ കുറഞ്ഞ് ഓക്കെ, നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. So the thing that I was planning to do was do a vlog in English, which I don't know, especially when I talk by myself. I feel like talking in my language, Malayalam, it's a bit more harder for me because like
10 things comes to my mind and I can't even say one dialogue. എൻ്റെ ദൈവമേ, രാവിലെ വന്ന് നിന്ന പോലെ അല്ല, ഇവിടെ ഒരു അറ്റ്മോസ്ഫിയർ. ആ കാട്ടിലോട്ട് നോക്ക്, എന്ത് തേങ്ങ ഇറങ്ങി വരാം. വല്ല കരടി ഇറങ്ങി വന്ന് തന്നെ ദൈവമേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്ത ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഫൈനലി നടന്ന് എത്തി. എന്നാൽ രാത്രി ഇരുട്ടാറായി. സൺസെറ്റൊക്കെ ഏത് നിമിഷവും നടക്കാമെന്ന് പറഞ്ഞ് നടക്കുക. എന്നാലും അയ്യോ, ലൈറ്റ് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാം. ഓക്കെ, നമ്മൾ അവസാനം പഴയ സ്പോട്ടിലെത്തി. സത്യം പറഞ്ഞാൽ പറയാൻ ഒന്നുമില്ല. എന്നാലും I'm gonna try something different today. I'm gonna do a video in English just to see how, compared to my Malayalam voice, how does the English one compare. There's nobody here to see. There's nobody even sleeping nearby me compared to last time, but still there is traffic. Let me check what's the time right now. It's about 9:15 p.m. Not having a script really affects you, especially when you're trying to make a video. So compared to last time, I think like this will be a bit more different. How the mic behave, it's a bit less noisy compared to last time. The traffic is a bit more or less, but still the road's right there, so we are gonna still pick up noises. I can't waste time with how the sun's going down. It's going down pretty fast. I don't have much time. I haven't called my mother yet. I don't know when she's gonna call back. I tried calling her. For some reason, she's not picking up. Yeah, usually like this was like an impulsive walk to make a video right now, because I was doing some things back in my room and I kept thinking, you're wasting another weekend, just go and do something. So here I am trying to see how my English speaking skills are like. Let's think out loud for a second. So whenever I am trying to speak in my language, in Malayalam, it feels like there's like a block or a barrier, especially when I'm just me by myself alone trying to do a video. 10 things comes to my mind and not one comes out. Jesus Christ, what's that? But when right now when I'm talking in English, I don't know, I think I'm speaking a bit more. Maybe because of just one or two things. Oh shit. ദൈവമേ, കൊതുകാണല്ലോ. കാനഡയിലും കൊതുകടിയാണല്ലോ. എന്തൊക്കെയാണെങ്കിലും അങ്ങനെയും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് മലയാളത്തിൽ പറയാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ ഇംഗ്ലീഷ് കണ്ട ഇതിപ്പോൾ അതിലും കുഴപ്പമില്ലാതെ ഇപ്പോൾ മലയാളം വരുന്നുണ്ട്. അപ്പോൾ ആളുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ ഒന്നും ആരുമില്ല. സമയം 9:15. ഇംഗ്ലീഷ് ട്രൈ ചെയ്തു, അത് വലിയ കുഴപ്പമില്ല. അത്രയൊക്കെ മതി. ഞാനത് വലിയ ഫുൾ ഫ്ലെഡ്ജ്ഡ് ഇംഗ്ലീഷ് വ്ളോഗ് ചെയ്യാനൊന്നും അല്ല ഉദ്ദേശിച്ചത്. ജസ്റ്റ് ടു സീ ഹൗ ഐ ടോക്ക്, so I can make corrections in the future. Like just to know how, because I haven't seen myself in a video talking in English. So that was one of the things that I wanted to try for a while. No people being here really helps a lot. So yeah, I'm going all over the place right now. So sometimes I'm talking in Malayalam, sometimes I'm talking in English. Hopefully this comes together and blends and makes a complete video. I don't know. I'm just, taking baby steps right now. So yeah, that's it. Like
Got not much to say, no script, nothing. I don't know if in the future I should prepare before a video, like what are the 5 things you should say or mention. Just going with the flow right now. I mean, just taking one step at a time. എൻ്റെടാ കൊതുക് കഴിഞ്ഞ ദിവസം കിളിയായിരുന്നു, ഇപ്പം കൊതുക് പറവ എന്തൊക്കെയാണോ ഇതൊരുമാതിരി അത്യാവശ്യം ചോരയുള്ളിടത്ത് വന്ന് നിൽക്കുകയല്ലേ, കടിക്കാതിരിക്കുക. അമ്മീ അമ്മി അമ്മീ. ഓക്കെ, there is light more than that I thought. Since it's coming from over there, I think I should have sat right across. I don't know. It doesn't matter. Let the light go. Who cares? Let's see how the camera's low light performance is. Right now, I think I've turned on the noise cancellation. Like, still I'm not using the dead cat. Just using the noise cancellation from the phone itself. But, you know, compared to last time, there's not much wind, less birds, less traffic, but there's still traffic. I got no idea why I even went out to take a video. I was just sitting in my room thinking, what should I do? Should I watch a movie? And I was like, hey, dude, take a video. Just any video. It doesn't matter if it's good or not. Just try to make one. You're still improving, right? So, because I haven't even talking in English like by myself for a while like this. This isn't my first time even attempting something like this. So that itself is a new thing to me. Compared to how I talk in my language, I think I'm giving better pauses for cut points. I don't know. When I go back home to sit and edit, it might be a whole different situation. But still, let's see. I'm still waiting on a call from my mother. I don't know why she's not picking up. Let me call her back again. Maybe she will pick up. Let's see. Oh, there's a bit more light here for I think I should. Sunset അത്രയും മതി, നമുക്ക് ഇനി തിരിച്ചിരിക്കാം. എന്താടാ വിളിച്ചാ ഫോൺ എടുത്താൽ? സോപ്പിയാമ്മ നീയല്ല? അമ്മ പള്ളിയിൽ പോയല്ലേ? വീഡിയോ എടുക്കാൻ അതാ ഒരാവശ്യമില്ലായിരുന്നു. അതല്ല സംസാരിച്ചു, ഞാൻ നോക്കട്ടെ. അയ്യോ ഫോൺ താഴെപ്പോയി. ഇല്ല താഴെപ്പോയില്ല, പിടിച്ചു ഞാൻ. അയ്യോ കിട്ടി. ഇതിപ്പോൾ മറ്റേ പന്ന ട്രൈപ്പോഡാണേ. എൻ്റെ ഇരിപ്പിൻ്റെ കനം വന്നപ്പോൾ തന്നെ താഴെപ്പോയി. അയ്യേ, മോശം. പിന്നെ ട്രൈപ്പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈപ്പോഡ് എന്ന് പറയാൻ കൊള്ളത്തില്ല. 3 കാലിന് ആരോഗ്യമില്ല. ഞാൻ കാണിച്ചല്ലേ അത് തന്നെ. ഇതുണ്ട്. മാനാണോ തേങ്ങയാണോ എന്ത് തേങ്ങയാണേലും അല്ല ഇവിടെ മറ്റേ ഇതൊക്കെയുള്ള സ്ഥലമാടാ ഇത്. മറ്റേ അതിൻ്റെ പേരിന് എൽക്കില്ലേ? ഇവിടെ 2 ഉണ്ടോ? കണ്ടോ ഇത് കണ്ടോ? നിങ്ങളൊക്കെ എവിടുന്ന് വരും? പിടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പിടിക്കാൻ വേറെ വല്ല മയിര് വരുന്നതിന് സ്ഥലം വിടണം. കാട്ടിൽ നിന്ന് ഓരോ സാധനമായിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എത്ര നേരം ഇത് പോയിട്ട്? അവിടെ മാൻ പോലെ എന്തോ ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഇത് നമ്മൾ അത്രയൊക്കെ സൂം ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഇച്ചിരി അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ മാൻ പോലെ എന്തോ സാധനം. അല്ല, കമ്പനിയിൽ ഞാൻ വിൻ്ററൊക്കെ വരുമ്പോൾ നൈസായിട്ട് മറ്റേ ഇത് ചാടി നടക്കും. എന്നിട്ട് ആ സ്നോയിൽ ഇതിങ്ങളുടെ ഫുട് പ്രിൻറ്റ്സ് കാണാൻ നല്ല രസമാണ്. അവിടെ കടിച്ച് ഇതൊന്ന് നടപ്പുണ്ട്. ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഇച്ചിരൂടെ കാണത്തില്ല. അത് അങ്ങ് ദൂരെ മാറി ഇവിടെ ആയിട്ട് സാധനമുണ്ട്. പക്ഷെ തിരിച്ച് നടക്കാൻ നേരം ഒന്ന് ജസ്റ്റ് പോയി. അപ്പോൾ വെട്ടവും കാണത്തില്ല. ഇത് കണ്ടോ നീ? സൺസെറ്റൊന്നും പറയാൻ പാടില്ല. എല്ലാം പോയി. വെട്ടമില്ല, വെളിച്ചമില്ലാത്ത അവസ്ഥയില്ല. പക്ഷെ ജസ്റ്റ് അവിടെ വരെ പോയിട്ട് തിരിച്ചു വരട്ടെ.
നീ കാണിക്കുവോ? നിന്റെ വീഡിയോ തന്നെ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നു. മറ്റേ നീ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ഹീറ്റായ കാര്യം പറയണ്ട കേട്ടോ. ഇതൊരുമാതിരി ഫോൺ വേണ്ടെങ്കിൽ കളഞ്ഞില്ല. നീ കുറച്ച് നേരമായല്ലോ. ഞാനും പിക്സലിലെ വീഡിയോ എടുക്കുന്നത് അറിയാമോ? എൻ്റെ കൊതുക് ഞാൻ ഇതിനകത്ത് വേറെ തോന്നിയിട്ടുണ്ട്, എന്നിട്ടും കുത്തിട്ട് വേനിക്കുന്നു. കനേഡിയൻ കൊതുക്. ഇവിടെ പെരക്കാത്തൊന്നും ഇത്രയും കൊതുകില്ല. ഇതെന്ത് വലിപ്പം ഇത്? ഇങ്ങനെ എങ്ങനെ കാണിക്കുന്നെ? അവിടെ പക്ഷേ നല്ല രസമല്ലോ സ്കൈ കാണാൻ. ഭയങ്കര ഗ്രേഡിയന്റ് കളറല്ലേ നമ്മളിതുണ്ട്, ഒരു ഗ്രേഡിയന്റ്. അത് പക്ഷേ ഇതിൽ കിട്ടുന്നില്ല. ഞാനത് ഇത് ബാക്ക് ക്യാമറയിൽ എടുക്കുമ്പോൾ ആ ഗ്രേഡിയൻറ്റിൻ്റെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ അവിടെ മാറി ചുമ്മാ നടന്നിട്ട് വരാം. ഞാൻ ബാഗും തോളിട്ട് പോയി, ഇല്ലെങ്കിൽ തിരിച്ച് നടന്നേക്കാമല്ലേ. ഇതിപ്പോൾ ഇങ്ങനെ കുറച്ച് സമയമായി. സോഫിയാമ്മ എന്തായാലും ഇനി പള്ളി പോയിട്ടൊക്കെ ഇല്ലേ വരത്തുള്ളൂ. ഞാൻ ആ റൂട്ടിൽ കറങ്ങി ആ വഴി ഒന്നുകൂടെ നടക്കാം. അപ്പോൾ ആ മാൻ്റെ സൈഡ് വ്യൂ ട്രെയിൽ വഴി തന്നെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ. ഒന്നുകൂടെ സൂം ചെയ്ത് വെച്ചേക്കാം. എങ്ങാനും കുത്താൻ വരാതിരുന്നാൽ മതിയായിരുന്നു. നീ എൻ്റെ കൂടെ തന്നെ കാണണം കേട്ടോ. ഒരു അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഓടി. അതെ അതെ അതെ, ഈ വച്ച് വരുന്നതിന് മുന്നേ അത് ഓടി. എന്റെടാ കുത്തുന്ന പശുമ്പ ഉണ്ടല്ലോ. ആ ഒരെണ്ണം എവിടെ പോയി? എന്നൊരു പിടിയില്ലടാ. ആ ഒരെണ്ണം ഞാൻ ഒന്നും ചെയ്തില്ല മോനെ. മോൻ്റെ അഴിക്ക് വെക്കൂ. പക്ഷേ ആ ഒരെണ്ണം എടാ പണി പാളിന്നാ തോന്നുന്നത്. കൊമ്പുണ്ടോ ചെവിയാണോ? ഇല്ല, അതിപ്പുറത്തുണ്ട്. മറ്റേതാണ് എന്തായിരിക്കുന്നത്. ചാടി പോകുന്നുണ്ടത് കണ്ട, പുലിച്ചാടിയെ പോലെ. നിനക്ക് കാണാൻ മേലല്ലേ? ഇരുട്ടായടാ. ഇല്ലെങ്കിൽ കാണിച്ചു തരാം. ഞാനെന്തായാലും വീടിക്കകത്ത് ഇച്ചിരി കിട്ടുന്നുണ്ട്. ചാടി പോവാം, നല്ല രസം. ചാടു പ്ലീസ്, ഒന്ന് ചാടു പ്ലീസ്. വേണ്ട പോക്കോ. അതിൻ്റെ പകുതിയില്ല. പക്ഷേ അപ്പുറമുള്ള മാൻ പുല്ലൊക്കെ നിന്നിപ്പുണ്ട്. അപ്പുറമുള്ള മാൻ എൻ്റെ പാട്ട് നോക്കി പോകുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം ചാടി പോകുന്നുണ്ട്. യെസ്, അവസാനം ചാട്ടത്തിൻ്റെ വീഡിയോ കിട്ടി ഗൈസ്. യെസ്, സക്സസ്. നീ കണ്ടില്ലേ? എന്നാലും ഇവിടെ അതിൻ്റെ കിടക്ക് ഇതുണ്ടെന്നാ അവിടെ മര്യാദ ചാടി ഇങ്ങോട്ട് നിന്നാ. എൻ്റെ ചിരിയും ഇതൊക്കെ കണ്ടിട്ട് മറ്റേ സാധനം തിരിഞ്ഞ് നോക്കുന്നു. ഞാൻ എന്തായാലും ഇവരെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നിങ്ങളുടെ പാട്ടിന് പൊക്കോളൂ ഗൈസ്. ഞാൻ പോവാം, എൻ്റെ പാട്ടിന് പോവുക. നിങ്ങളെ തിന്നാനുള്ള സാധനങ്ങളൊന്നും എന്നെ തിന്നാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ സമാധാനപരമായി ആ മാൻ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതാ. എൻ്റെ തിന്നാനും ഞാൻ വീട്ടിൽ പോവാ. പോരുന്നു എൻ്റെ കൂടെ. അല്ല സ്കെച്ച് എൻ്റെ ചുറ്റി അതെനിക്ക് പറയുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ വെടിവെച്ചിടുന്നതെന്നോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ കഴിക്കുന്നതിൻ്റെ റൂൾസോ റെഗുലേഷൻസോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പുല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴല്ലോ ഇതുണ്ട്, ഈ കാട് നമ്മുടെ ഇവിടുത്തെ പോലെ കാടായത്. നീ അവിടെ അല്ലല്ലോ കാണും. ഞാൻ രണ്ടും വെച്ച് നോക്കാം തരണമല്ലോ. ഈ കാട് കണ്ടോ? ഞാൻ ട്രൈപ്പോഡ് മറ്റേ ഇത് നോക്കിയിട്ട് ആംഗിൾ കാണിച്ചോണ്ടിരുന്നത്. ഈ കാട്ടിൽ ഇടയ്ക്ക് പോലെ പാമ്പ ചേമ്പ പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും? അവിടെ മാറി ഇപ്പം 2 ഫോണും വെച്ചിട്ട് തിരിച്ചമ്മാൻ പിന്നെയും വരുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് 2 ഫോണും വരുമ്പോണ്ടല്ലോ. മറ്റേ നിന്നെ ഇത് വെച്ച് കാണിക്കാൻ പോകുമ്പം അവിടെ കണ്ടോ? സാധനത്തെ കണ്ടോ? അനങ്ങനെ എന്താണ് സാധനത്തെ കണ്ടോ? നീ കാണണ്ട. ഇപ്പോഴും കാണാൻ പറ്റും. കണ്ടോ? അനങ്ങുന്നുണ്ടോ? കണ്ട് അതൊരു മാനാന്ന് സങ്കല്പിക്കുക. അതിന് തിരിച്ച് പോയേക്കാം. അയ്യോ, ഇരുട്ടി നമ്മളിപ്പോ എന്നാ ഇനി പരിപാടി? പഴുത്ത് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ് അല്ലേ? എടാ എന്നെ പറ്റിയതാടാ. നീ കണ്ണി സുഖേട് തന്നെയാണോ അതോ വേറെ വല്ല തേങ്ങയാണോ? ഇതൊക്കെ എങ്ങനെ ഞാൻ പറയുന്നത്? ഞാൻ ഇത് തിരിച്ച് നാട്ടിൽ വന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ഒക്കെ എങ്ങനെ ജീവിക്കും? നീ ഒരുമാതിരി ആ പഞ്ചായത്തിലുള്ള രോഗം മുഴുവൻ ഒരുമാതിരി ടെൻഡർ പിടിച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്ന മുതലാണ് നീ. അയ്യോ, സത്യം പറഞ്ഞാൽ ഒരു ഔട്ട്ഡ്രോയും കൂടെ പറഞ്ഞിട്ട് നിർത്തിയേക്കാം. ഇല്ലെങ്കിൽ നിൻ്റെ അടുത്തല്ല, അത് വേണ്ട, നടന്നു പോകുന്ന വഴിക്ക് ചെയ്യാ.
ഇല്ലെങ്കിൽ ഇത് തുടക്കമില്ല ഒടുക്കമില്ല അവസാനം എടുത്തൊരു അവസ്ഥ പോലെ ഇപ്പോൾ കൈ കാണിക്കുന്നതാ. ഇതൊക്കെ എങ്ങനെ ആൾക്കാർ എങ്ങനെ ചെയ്യുന്നത് ഇതൊരു ജോലിയായിട്ട് എനിക്ക് മനസ്സിലാകാത്തത്. ഞാൻ ആദ്യം ഈ ട്രൈപ്പോഡൊക്കെ ഒന്ന് താത്ത് വെച്ചിട്ട് ക്രോസ് ചെയ്യട്ടെ, എനിക്ക് ഓടാനുള്ളതാ. ക്രോസ് ചെയ്യാനൊരു ഗ്യാപ്പ് വന്ന് ഞാൻ ക്രോസ് ചെയ്യാൻ പോകണം. ക്രോസ് ചെയ്ത് സേഫ്. ഇനി ഇച്ചിരി ഉള്ള വീട്. എന്നാ അവരോട് എത്തി പറഞ്ഞാൽ ഞാൻ അവർ പോലും പ്രതീക്ഷ കാണത്തില്ല ഞാൻ ഇങ്ങനെ ഇറങ്ങി എന്നുള്ള കാര്യമുണ്ടല്ലോ, അവർ പ്രതീക്ഷ കാണത്തില്ല. ഇത് പെട്ടെന്ന് ഇരുട്ടി രാത്രിയായി, സണ്ണ് പോയി, സൂര്യൻ പോയിട്ട് എന്നാ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഗിൽറ്റ്. ഞാനൊരു സിനിമ കാണാൻ പോയപ്പോഴേക്കും ഗിൽറ്റ് മര്യാദ പ്രൊഡക്റ്റീവായിട്ടൊരു കോപ്പ് ചെയ്യാതെ ഒരു സിനിമ കാണാൻ പോകും, നാളെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നോട് അതൊക്കെ പറയുക. എടാ നീ ഇപ്പൊ എത്ര വീഡിയോ എടുത്തു? നീ പ്രൊഡക്റ്റീവ് അല്ലേ? നീ വലിയ പുള്ളിയല്ലേ? നിന്നെ പോലാണോ ഞാൻ? നിനക്കിപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ വീഡിയോ വരും. സംസാരിക്കാൻ കഴിവുണ്ട്, എടുത്തു തരാൻ പിള്ളേരുണ്ട്. നമ്മക്കാരാ പിന്നെയും പറയാം. മറ്റേ ഇപ്പം കഴിഞ്ഞ ആദ്യം ആനെ കാണിച്ചപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഇല്ല, അത് വന്നില്ല. ഞാനാണ് നീ സംസാരിച്ചേ. ഇപ്പം ഞാനാണ് നീ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. ഇതൊക്കെ ഇടണോടാ? ഇപ്പം ഞാൻ നീ വർത്താനം ഇടണോ? വൃത്തികേടായി പോയല്ലേ? അയ്യോ, ഇങ്ങനെയാണ് ഞാൻ നോക്കട്ടെ, ഇങ്ങനെ കാണിക്കട്ടെ. ഇതിന് മുന്നേ കൊറിയക്കാരെ കാണുന്നതുകൊണ്ടല്ലോ. കാണാമോ? നിന്നെ അവിടെ കൊണ്ട് കാണിക്കുമ്പം എൻ്റെ മുഖത്തുള്ള വെട്ടോ ഇവിടെ എന്ത് രസമെന്ന് പറയുന്നു. ഞാൻ വീഡിയോ നിർത്തും ഒന്നുകൂടെ. ഒരു മിനിറ്റ്. ഗ്രേഡിയൻ്റ് കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ടോ? നീ കണ്ടോ? കണ്ടോ ഗ്രേഡിയൻ്റ് കണ്ടോ? ആ ഭാഗത്തോട്ട് ഇരുട്ടി എന്നാലും ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു ഗ്രേഡിയൻ്റ് കാണാം, കണ്ടോ? അപ്പോൾ ഈ സെയിം ഇതിൽ മേലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി ഡ്രസ്സായിട്ട് വരുന്നുണ്ട്. എല്ലാവരും കാറിനൊക്കെ ലൈറ്റ് ഇട്ട് തുടങ്ങി. ഒരു മിനിറ്റ്. താഴെ പോണ പോട്ട പുല്ലെന്ന് പറഞ്ഞ് ചതിച്ചേക്കലാട്ടോ, ഞാൻ തമാശക്ക് അതൊക്കെ പറയേ. നിന്നെ ഒന്നുകൂടെ വീഡിയോക്കകത്ത് കാണിക്കണം. നീ മുടിയൊക്കെ ചെയ്യുന്ന. രാത്രിയായി, വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. നടന്ന് ഇങ്ങനെ നടക്കുമ്പോണ്ടല്ലോ. അല്ല, ഇത് എളുപ്പമാണ് കേട്ടോ. അത്യമ്മ ഒരു വീഡിയോ എടുക്കണം തോന്നുമ്പോൾ നിന്നെ വിളിച്ചാൽ മതി. ഹലോ, എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം സോപ്പിയാമ്മയെ വിളിച്ചിട്ട് സോപ്പിയാമ്മ എടുക്കുന്നില്ല, പള്ളിയിൽ പോയി. അവൻ സമാധാനമായി. ഞാനിത് ഈ ഇരുട്ടത്ത് എങ്ങനെ വീഡിയോ വൈൻഡപ്പ് ചെയ്യും? അയ്യോ, പുറത്തുള്ള വെട്ടമൊക്കെ പോയി. വീട്ടിൽ അന്യനെ വിളിച്ച് വർത്താനോണ്ടിരിക്കുകയായിരുന്നു. ശരിയെന്നാ, നമ്മൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു.